ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ബാക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ധീരം എന്ന് പറഞ്ഞ അടുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ദ്രജിത്ത് മെയിൻ കഥാപാത്രമായിരുന്നോടാണ്. പിന്നെ സംഭവം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഓൾറെഡി യൂട്യൂബിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആകെ കുറച്ച് നേരമുള്ള സംഭവമാണ്, പക്ഷെ അത് ഭീകരമായിട്ട് അപ്രീസിയേഷൻ കിട്ടി. ഇതെല്ലാം ആ ടീമിൻ്റെ ഒരു ഫിലിം വരാൻ പോവാണ്. സംഭവം അധ്യായം 1 എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും അതിൻ്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ചത്ത പച്ച എന്ന് പറഞ്ഞ അടുത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിശാഖ് നായരുടെ ബർത്ത്ഡേ ചെയ്തിട്ട് പോസ്റ്റർ വന്നിരുന്നു. പിന്നെ പടത്തിലത്തെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത് മെൽബി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ലിറിക്കിസ്റ്റ് വിനായക് ശശികുമാർ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ റൈറ്റർ സനൂപ് തൈക്കൂട എന്നുള്ളതെന്നും അറിയിച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറഞ്ഞ ഇടത്തിലത്തെ ജോക്ക് ബോക്സ് പുറത്തിറങ്ങിയിട്ടുണ്ട്, എല്ലാ പാട്ടിനും കൂട്ടിയിട്ടുള്ളൊരു ജോക്ക് ബോക്സ്. പിന്നെ സിംഗിൾ എന്ന് പറഞ്ഞ ഇടത്തിന്റെ ട്രെയിലർ ലോഞ്ച് ഇവന്റ് ഒക്കെ നടന്നിരുന്നല്ലോ. എന്തായാലും ട്രെയിലർ നിലവരെന്ന് പറഞ്ഞാൽ 3:30 വന്നിട്ടുണ്ട്. പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മെയ് 15 തീയതി റിലീസ് ആകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കില്ലാർ എന്ന് പറഞ്ഞ ഇടത്തിന്റെ ഗ്ലിംസ് 2 ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചുണ്ട്. എന്നുവെച്ചാൽ 2 days to go എന്നുള്ള രീതിയിൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഡെവിൽസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള സന്താനം മെയിൻ കഥാപാത്രം എത്തുന്നതുകൊണ്ടാണ് അവിടുത്തെ ട്രെയിലർ 30 തീയതി പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്, എന്നുവെച്ചാൽ നാളെ. പിന്നെ യമദോങ്ക എന്ന് പറഞ്ഞിട്ടുള്ള NTR റിലീസിന് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ റീ റിലീസിന്റെ ട്രെയിലർ പുറത്തിറങ്ങാൻ പോവാണ് ഏപ്രിൽ 30 തീയതി 6:03 എന്ന് വെച്ചാൽ നാളെ 6:03. പിന്നെ ഗാങ്ങേഴ്സ് എന്ന് പറഞ്ഞ അടുത്തിലത്തെ വിളിച്ചിക്കോ എന്ന് പറഞ്ഞ പാട്ടിന്റെ വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപ് മെയിൻ കഥാപാത്രം എത്തുന്നോടം ജാൻ ശ്രീനിവാസനുണ്ട് ആളുടെ കൂടെ എന്തായാലും. അപ്പോൾ അവിടത്തിന്റെ റിലീസ് മെയ് 9 തീയതി എന്നുള്ള അറിയിച്ചുകൊണ്ട് വീണ്ടും കൺഫേം ചെയ്തുകൊണ്ട് 2-3 പോസ്റ്റേഴ്സ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ കാത്തു വാക്കിലെ 2 കഥ എന്ന് പറഞ്ഞിട്ടുള്ളോളം ഇറങ്ങിയിട്ട് 3 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ ക്ലീൻ വ്യൂ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ള അറിയിച്ചു. പിന്നെ പടത്തിന്റെ മലേഷ്യത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ഭരതനാട്യം എന്ന് പറഞ്ഞിട്ട് സൈജു ഗ്രൂപ്പ് മെയിൻ കഥാപാത്രം എത്തിയിട്ടൊരു പടം പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ എന്തായാലും ഈ പടത്തിന്റെ 2ാം ഭാഗം വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഭരതനാട്യം എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടം തന്നെയായിരുന്നു. 10-7 കൊടുക്കാൻ പറ്റിയ പടം. പിന്നെ ധ്രുവ നക്ഷത്രം എന്ന് പറഞ്ഞിട്ടുള്ള ചിയാൻ വിക്രമിന്റെ കുറെ കാലമായിട്ട് ഇറങ്ങാതിരിക്കുന്ന പടം. ഈ പടം മെയ് 1 തീയതി റിലീസ് ആവുന്നുള്ള കേട്ടിരുന്നു. അതിനെക്കുറിച്ചിട്ട് വലിയ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ഇനിയിപ്പോൾ ജൂൺ 13 തീയതി റിലീസ് ആവുന്നുള്ള കേൾക്കുന്നുണ്ട്. ഒഫീഷ്യലായി വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ട് തിയേറ്ററിൽ വരെ എത്തിയിട്ട് പിന്നെ ക്യാൻസലായി പോയതാണ്. പിന്നെ അജ്കുമാറിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടം. 2ാം സ്ഥാനത്ത് തുനിവേട്ടാണ് എടുക്കുന്നത്. പിന്നെ സൂര്യ റെട്രോ എന്ന് പറഞ്ഞ 3 days to go പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ യൂക്കലത്തെ ടിക്കറ്റ് 5800 കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഡേയിൽ. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞിട്ടുള്ള മെയ് 9 തീയതിക്ക് റിലീസ് ഡേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും മാറ്റം എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. ജൂണിൽ കാക്കുന്ന രീതിയിൽ എന്താണെന്നുള്ള അറിയത്തില്ല. എന്തായാലും ഞാൻ അധികം വെയിറ്റ് ചെയ്യുന്ന പടമൊന്നുമില്ല. പവൻ കല്യാണിന്റെ ഈ പടം ഞാൻ വെയിറ്റ് ചെയ്യുന്ന OG എന്ന് പറഞ്ഞ പടത്തിനാണ്. പിന്നെ വിജയ് സേതുപതിയും പൂരി ജഗന്നാഥും ഒന്നിക്കുന്ന പടം. ആ പടത്തിന്റെ ടൈറ്റിൽ ബഗർ എന്നുള്ളതായിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ പടത്തിൽ ഒരു ഹീറോയിനായിട്ട് അല്ലെങ്കിൽ പടത്തിൽ വേറൊരു മെയിൻ കഥാപാത്രമായിട്ട് രാധിക ആപ്തെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പടത്തിൽ വിജയകുമാർ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബാഹുബലി 2 എന്ന് പറഞ്ഞിട്ടുള്ള ഇറങ്ങിയിട്ട് 8 വർഷമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 8 years ഫോർ ഇന്ത്യൻ എപ്പിക് ബാഹുബലി 2 എന്നുള്ള രീതിയിലൊരു പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബാഹുബലി എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പാർട്ട് അത് റീ റിലീസിന് വരികയാണ് ഈ വർഷം ഒക്ടോബറിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ തലവതി ബീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങുന്നു. നെൽസൺ ദിലീപ് കുമാർ എടുത്തോടാണ് ആ പടത്തിലത്തെ സെക്കൻഡ് ലുക്ക് പോസ്റ്റ്, അതാണ് ഈ പോസ്റ്റർ. അപ്പോൾ ഇതേമാതിരത്തെ ഒരു പോസ്റ്റിൽ ഞാൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് ഹിറ്റ്ലർ തേർഡ് കേസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത്. അത് പറയാനെന്ന് വന്ന എന്തായാലും ഇതാണ് പോസ്റ്റ് ഗംഭീര പോസ്റ്റർ ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ജയറാമ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വേറെ നല്ല ഈ വർഷം ആളുടെ 2 കിടിലം പടം ഗംഭീര പടം വരും എന്നുള്ള രീതിയിലാണ്, അതും മലയാളത്തിൽ നിന്ന്. ഏതൊക്കെ എന്നുള്ള സസ്പെൻസ് ആണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നുള്ളൂ എന്നുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒന്ന് ഗിരീഷ് ഷെഡി ആയിരിക്കും കൊടുക്കുക, അതേമാതിരി 2ാമത്തെ ദിലീഷ് പോത്തൻ ആയിരിക്കും കൊടുക്കുക എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ മനോങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം കുറെ കാലം മുന്നേ മമ്മൂട്ടിയുടെ ഒരു പടം പുറത്തിറങ്ങിയാണ്. സുരേഷ് ഗോപിന്റെ കയ്യിൽ മോഹൻലാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പടം 4K റീ റിലീസ് ചെയ്തിട്ടുണ്ട്, തിയേറ്ററിലല്ല യൂട്യൂബിൽ റിമാസ്റ്റർ ചെയ്ത് ഇറക്കിയിട്ടുള്ളതാണ്. എന്തായാലും കണ്ടവർക്ക് ഉണ്ടാക്കുക നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. പിന്നെ മോഹൻലാലിന്റെ തുടരും എന്ന് പറഞ്ഞ പടം 3ാമത്തെ ദിവസം 26.15 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുള്ളത്. നല്ല കളക്ഷൻ തന്നെയാണ്. 20 കോടി മുകളിൽ കാണുന്ന കുറെ പടങ്ങളിൽ ഒരു പടം ആയി മാറിയിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം 20 കോടിയുടെ മുകളിലുണ്ട്, 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസമായിട്ട്. എന്തായാലും 3 ദിവസത്തെ ഓവർസീസത്തെ കളക്ഷൻ 41.85 കോടിയാണ് തുടരും എന്ന് പറഞ്ഞ അവിടത്തേന് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ 4.9 മില്യണിന്റെ അടുത്ത്. അപ്പോൾ അതിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ കേരളത്തിൽ 3 ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 3ാമത്തെ ദിവസം 8.20 കോടിയാണ്. അങ്ങനെ 20.30 കോടി 3 ദിവസം കൊണ്ടായിട്ടുണ്ട്. ഏകദേശം 4ാമത്തെ ദിവസം ആകുമ്പോൾ 27 കോടിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും 3 ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ കൂട്ടിയിട്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 7.10 കോടിയാണ് 3 ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ളത്. അതും കൂട്ടിയിട്ട് 69.25 കോടി ആയിട്ടുണ്ട്. അപ്പോൾ 69 കോടിയിലും കൂടുതൽ 3 ദിവസം കൊണ്ടായി എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒഫീഷ്യൽ പോസ്റ്റ് വേറെ പങ്കുവച്ചിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ 4ാമത്തെ ദിവസത്തെ കളക്ഷൻ എന്ന് വെച്ചാൽ തിങ്കളാഴ്ചത്തെ കളക്ഷൻ, ഇന്നലത്തെ കളക്ഷൻ, ആ കളക്ഷൻ ഏകദേശം 6 കോടിയുടെ മുകളിൽ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. 6-7 അടുത്തൊക്കെ എത്തുമെന്ന് വിചാരിക്കാം. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് ദേവർകൊണ്ടയുടെ 12ാമത്തെ പടം മെയ് 30 തീയതിയാണ് പടം റിലീസ് ആകുന്നത്. അപ്പോൾ എന്തായാലും ഇതിന്റെ ഫസ്റ്റ് സിംഗിളിന്റെ പ്രൊമോ ഈ ഏപ്രിൽ 30 തീയതി പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അനിരുദ്ധാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്, നല്ല പാട്ടാണെന്ന് പ്രതീക്ഷിക്കാം.
പിന്നെ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള സുരേഷ് ഗോപിയുടെ വരാൻ പോണ പടമാണ്. ആ പടത്തിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 3ാമത്തെ 4ാമത്തെ ഷെഡ്യൂൾ മലേഷ്യ മക്കാവു എന്നുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ടായിരിക്കും നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇടി എക്സ്ട്രാ ഡീസൻ എന്ന് പറഞ്ഞിട്ടുള്ള സുരാജ് വെഞ്ഞാറമ്മൂട് മെയിൻ കഥാപാത്രം എത്ത പടം. ആ പടം മനോരമ മാക്സിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. നല്ലൊരു പടമായിട്ടാണ് തോന്നിയത്. എൻ്റെ റേറ്റിംഗ് പറയുകയാണെങ്കിൽ 10-7 ആയിട്ട് കൊടുക്കും. കാണാത്തതിൻ്റെ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ സൽമാൻ ഖാൻ്റെ കുറേ കാലം മുന്നേ പുറത്തിറങ്ങിയ പടമാണ് ബജരംഗി ഭായ്ജ എന്ന് പറഞ്ഞിട്ട് 2015 പുറത്തിറങ്ങിയുണ്ട്. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം ഉണ്ടാവുന്ന രീതിയിലാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിജയേന്ദ്ര പ്രസാദ് നാളിത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പടം ഡയറക്ഷൻ ഞാൻ പോണ ആരാന്നുള്ളതൊന്നും കൺഫേം ആയിട്ടില്ല. മിക്കവാറും കുറച്ച് കഴിഞ്ഞാൽ അറിയണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണെന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും പടം വരട്ടെ. ആൾക്കൊരു കംബാക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.